ആ റെഡി റെഡി. ഇല്ലടാ, ബാറ്റി കൊണ്ടാ ബോൾ തെറിച്ചത്. കള്ളം കള്ളം, ഞാൻ കണ്ടതല്ലേ. മിഡിൽ സ്റ്റംപിൽ വന്ന് ധബോന്നിന് വിട്ട് ഔട്ടായി. മര്യാദക്കാ ബാറ്റിംഗാ. ഇനി എന്റെ റൗണ്ടാ. ഞാനും കണ്ടതാ, മുത്തശ്ശൻ ഔട്ട് തന്നെയാ. നിക്ക് ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. ശംഖുവിന്റെ പന്ത് ദാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, ഞാൻ ഇങ്ങനൊരു ചെത്ത്. ദാ പന്ത് ദാ ബൗണ്ടറി കിടക്കുന്നു. അല്ലെങ്കിൽ തന്നെ നോക്ക്, സ്റ്റംപ് മറിയണ്ടേ? അങ്ങനെ സ്റ്റെമ്പ് മറിയത്തില്ല, നന്നായി അടിച്ചുറപ്പിച്ച് വെച്ചിരിക്കല്ലേ. മുത്തശ്ശൻ ഔട്ട്. ആ ബാറ്റിംഗ് ഒന്ന്. ബാറ്റിംഗ് ഇതാ ഗ്രാൻഡ് ഫാദർ, യു ആർ ഔട്ട്. നീ പോടാ അവിടുന്ന്. നല്ല സ്റ്റൈലിന് ഒരു അടി അടിച്ചിട്ട് ഔട്ടാണെന്ന് പറഞ്ഞ എങ്ങനെയാ? അല്ലെങ്കിൽ തന്നെ നീയൊക്കെ മഹാകള്ളന്മാരാ. ഇക്രമാനെ മോൻ പറഞ്ഞ മുത്തശ്ശൻ ഔട്ടാണോ? അല്ല, ഔട്ട് അല്ല. കള്ളൻ കള്ളൻ. നീയാ കള്ളൻ. ലോഡർ. ആ റെഡി. ഗ്രാൻഡ് ഫാദർ, യു ആർ ഔട്ട്. മുത്തശ്ശൻ ഔട്ട്. മുത്തശ്ശൻ ഔട്ട്. എന്റെ റൗണ്ടിങ്ങളെ ഇതിൽ എന്തെങ്കിലും സവാൽ ഉണ്ടാക്കണം. എന്താ എന്ത് പറ്റി? ക്ലീൻ ബോൾഡാ, എന്നിട്ട് സമ്മതിക്കുന്നില്ല. തർക്കം. ആ ഔട്ടായെങ്കിൽ ബാറ്റം കൊടുക്ക് സാറേ, ഇല്ലെങ്കിൽ ഇങ്ങിതാ ഞാൻ കളിക്കാം. അത് വേണ്ട, ഇനി എന്റെ റൗണ്ടാ. ഓ നിന്റെ റൗണ്ടെങ്കിൽ നിന്റെ റൗണ്ട്. ഏതായാലും കളി നടക്കട്ടെ. മനുവില്ലേ ഇന്ന് കളിക്ക്? ഇല്ല, ഗവേഷണം. ഹലോ 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 ആരാത് മടയൻ നടുവിലെ? ഹലോ 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 കിട്ടു കിട്ടു. അതേ കിട്ടുവാ. ഞാൻ ഗോമസാണ്. ഞാൻ പറയുന്നത് കേൾക്കാം? நான் பேசுறது கேக்குதா? കേൾക്കാം. ஆ நீ அப்போ கூட்டுக்கிட்டு இந்த கரைக்கு வந்துரு. நான் அங்க ஜீப் எடுத்துட்டு வந்துடுறேன். ஓகே? എന്തു പറ്റി സാർ? ஆஹா ஒண்ணு இல்ல மடையா, நம்ம மார்த்தாண்டவர்மா வாள் இல்ல, அதை இன்னைக்கு அமுக்கணும். அவ்வளவுதான். നമ്മൾ അടുത്ത ബുധനാഴ്ചയല്ലേ പ്ലാൻ ചെയ്തത്? அடுத்த வாரம் ரொம்ப கஷ்டம். இன்னைக்கு ஞாயிற்றுக்கிழமை, நாளைக்கு திங்கக்கிழமை லீவு. செவ்வாய்க்கிழமை நிறைய போலீஸ் காவல் போட சொல்லி நம்ம டிஎஸ்பி சங்கர் நாராயண சொல்லியிருக்காராம். அடுத்த வாரம் அடிக்கணும்னா அந்த வாளை நம்ம சுத்தமா மறந்துட வேண்டியதுதான். புரியுதா? இன்னைக்கு அடிச்சாவணும். சொல்றத புரிஞ்சுக்கிட்டு உடனே புறப்பட்டு வாடா. ஓகே? നിക്ക് നിക്ക്, നമ്മൾ ഉടനെ തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകണം. മാർത്താണ്ഡവർമ്മയുടെ വാള് മോഷ്ടിക്കപ്പെടാൻ പോകുന്നു ഇന്ന് തന്നെ. അത് നീ എങ്ങനെ അറിഞ്ഞു? ആരോ രണ്ടുപേര് വയർലെസ്സിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഒരു ഗോമസം കിട്ടൂ. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, നമ്മൾ ഇപ്പൊ പോയി അവരെ പിടിക്കാം. അച്ഛൻ വരുന്ന വയലിൽ ഞാൻ തനിച്ചു പോകും. അത് വേണ്ട, ഞാനും വരാം. നിങ്ങൾ രണ്ട് തനിച്ചു പോവാതെ കുറച്ച് പോലീസുകാരെ വിളിച്ചോട്ട്. പോലീസും പട്ടാളവും ഒക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ വാള് വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ എത്തിയിരിക്കും. രൗണി, താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കുറച്ച് പോലീസുകാരെ പാലസിലേക്ക് അയക്കാൻ പറ. മുത്തശ്ശൻ ഞങ്ങളും വരട്ടെ? വേണ്ട വേണ്ട, ഇത് കുട്ടികൾ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കളിച്ചോ. മ്യൂസിയത്തിൽ വന്നവൻ തന്നെ ആയിരിക്കും ഇതും. അവനെ പിടിക്കുന്നൊന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. പിടി കിട്ടിയ ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും. உங்க பேர் என்ன தம்பி? வாட்ஸ் யுவர் நேம்? தோமஸ். தோமஸ்? நைஸ் நேம். ഇത് മാർത്താണ്ഡവർമ്മ സിംഹാസനം തന്നെ? അതെ. വാവ്,
അതിൽ തുടരുത്. ഐ എം സോറി. எப்படி நான் ராஜா மாதிரி இல்ல? അതിൽ ഇരിക്കരുത് സാർ. பரவாயில்ல தம்பி, நான் இருக்கலாம். போன ஜென்மத்தில் அந்த மார்த்தாண்ட வர்மா நான் தான். என் மூஞ்சி பார்த்தா தெரியல? நீ மார்த்தாண்ட வர்மா போட்டோ பார்த்தது இல்லையா? இது நம்ம சிம்மாசனம் தான். നിങ്ങൾ ആരായാലും അവിടെ നിന്ന് എഴുന്നേൽക്കണം മിസ്റ്റർ. சும்மா சூடாவாத. ஐ எம் சாரி. ஏய், കുഴപ്പമില്ല അച്ഛാ. Go and follow them. I will manage myself. Go.
ഇരിക്കടാ. മനു എന്താ ഒന്നും മിണ്ടാത്തത്? കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ ഈ കാര്യത്തിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങ് പോലങ്ങ് തീരും. അതിനിപ്പോ നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല, മറിച്ചാകാനാ സാധ്യത. എന്റെ മനസ്സങ്ങനെ പറയുന്നത്. ഏതായാലും അച്ഛൻ പോയി, ഇനി പ്രൂവ് ചെയ്തിട്ട് എന്താ കാര്യം? ഇല്ലേ? ഞാൻ ഇവനോട് ഇത് തന്നെയാ പറയുന്നത് ആന്റണി. കേസും കാര്യങ്ങളും ഒക്കെ പോലീസിന്റെ ജോലിയല്ലേ, അത് അവര് ചെയ്യട്ടെ. നമുക്കിപ്പോ വേണ്ടത് മനസ്സമാധാനമാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോകും. പിള്ളേർക്ക് വേണമെങ്കിൽ 1 മാസം കൂടി നിൽക്കാം. അത് കഴിഞ്ഞാലോ മനുവും ഉമ്മി ഇവിടെ ഒറ്റയ്ക്ക്. മനു, നീ കൂടുതൽ ആലോചിക്കുന്ന കുഴപ്പം. ഉടനെ പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. 1 മാസം കൂടെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ അങ്ങ് പോരണമല്ലോ. നിനക്കും ഉമ്മയ്ക്കും അവരുടെ കൂടെ പോരാ. നിന്റെ റിസർച്ച് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. മനുവിന് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താനാണെങ്കിലും ഡൽഹിയല്ലേ കൂടുതൽ നല്ലത്. ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അച്ഛനോ പോയി നമ്മളൊക്കെ എന്നും കണ്ടും കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സമാധാനം അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. മനുവങ്ങളും ഉമ്മേന്റെയും നിങ്ങളോടൊപ്പം ഡൽഹിക്ക് പോരൂ? അറിഞ്ഞൂടാ. പോയാ പിന്നെ ഇവിടെ ആരാ? ആരും ഉണ്ടാവില്ല. പൂട്ടിയിടും, ചിലപ്പം വിൽക്കും. അല്ലേ ശങ്കു? ആ വീട് വിറ്റ പിന്നെ വെക്കേഷനുകളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല അല്ലേ? വരാലോ. നിങ്ങളുടെ വീടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിക്ക് വരാലോ. വാ. ബാക്കിയുള്ളവർക്ക് എവിടെ? മോന് ടെലിസ്കോപ്പിൽ കൂടെ നോക്കണോ? വേണ്ട. റേഡിയോ കേൾക്കണോ? വേണ്ട. മോന് പിന്നെ എന്താ വേണ്ടേ? മനു അങ്ങള് പോണ്ട. എവിടെ? ഡൽഹിക്ക് പോണ്ട. പോണ്ട മനു അങ്ങള് പോണ്ട. നിനക്കൊന്ന് റീതിങ്ക് ചെയ്യണമെന്ന് തോന്നിയാ? അങ്ങനെ തോന്നിയാ ഞാനും ഉമ്മയും കൂടെ അടുത്ത ഫ്ലൈറ്റിനങ്ങ് വരും. മനു അങ്കിള് ഡൽഹിക്ക് പോണ്ട. ഇല്ല മോനെ, അങ്കിൾ എവിടെ പോവാനാ? ഇക്രുമോനാ ഭയങ്കര പേടി. ഞാൻ ഡൽഹിക്ക് പോയിക്കളയൊന്നു. നിങ്ങൾ വരുന്നില്ലേ എയർപോർട്ടിലേക്ക്? ഇല്ല. അതെന്താ? കളിക്കാൻ പോവാ. കളി കുറെ കൂടുന്നുണ്ട്. ഉമ്മേ, ഇവര് വല്ല കുരുത്തക്കേടും കാണിച്ചാൽ നല്ല അടി കൊടുക്കണം കേട്ടോ. കൊടുത്തേക്കും ചേച്ചി. കേട്ടോടാ നിന്റെ അമ്മ പറഞ്ഞത്? ശരി ശരി. വരട്ടെ. പറ്റേ ഉമ്മേ? ആന്റി ടാറ്റാ.
ഒരു വലിയ തിരമാല അവരെവിടെ പോയി? അത് തന്നെയാ ഞാനും നോക്കുന്നത്. വാ. എവിടെ പോയവൻ? എന്റെ സൈക്കിൾ പോയ തന്നെ. ആഹാ, അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വാ. സൈക്കിൾ കള്ളൻ. പോലീസോ? ഞങ്ങൾ സൈക്കിൾ എടുത്തോണ്ട് ഓടിയേ. അവരുടെ പിടിക്കാൻ വന്നപ്പം യശോദാവിന്റെ അടുത്തതാ. പിടിയിട്ട് അവരെ കൊല്ലും. അവരോ? ആരാ അവര്? ഇവിടെ ഒരു ജീപ്പും ഇല്ല, ഒന്നുമില്ല. നിന്നെ ആരാ ഓടിച്ചത്? അവരാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ വിട്, ഞാൻ പോട്ടെ. അങ്ങനെ നോണ പറഞ്ഞ രക്ഷണമെന്നൊന്നും വിചാരിക്കണ്ട. നിന്നെ ഞങ്ങൾ പോലീസ് വിളിച്ചു കൊടുക്കും. പറയടാ, പോലീസ് വിളിക്കട്ടെ? വിളിക്കട്ടെ? പോലീസുകാരെന്നെ കണ്ട പിടിച്ചോണ്ടോ തല്ലുകയും ചെയ്യും. ആ തല്ലും. അതാ പറഞ്ഞ നീ ഒരു കള്ളനാണെന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഞാൻ ഇടിക്കും. എന്റെ ഇടിയെന്ന് പറഞ്ഞാ ഫാൻഡത്തിന് ഇടി പോലെ ഒരു തലയോട്ടിയുടെ കുറവുള്ളൂ. ഇടിക്കേണ്ട ഡാനി, ഉള്ള സത്യം പറയാണേ നിനക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി തരും. അതല്ല നീ ഇനിയും കാണാൻ പറയാനാണെ നിന്നെ ഞങ്ങൾ ഇടിക്കും. പടച്ചോനെ, അവരിപ്പോ എവിടെന്നെങ്കിലും ചാടി വീഴും, എന്നെ കൊല്ലുകയും ചെയ്യും. അത് ആരാന്ന് പറയടാ? അവരാ നിങ്ങളെ മുത്തശ്ശനെ കൊന്നത്. അവൻ ചെന്ന പിള്ളേരെടുക്കൽപ്പെട്ടല്ലോ. ആ DSPയുടെ വീട്ടിലെ പിള്ളേരല്ലേ? ആ അതെ, നമ്മളെ കണ്ടാൽ അവർക്ക് മനസ്സിലാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? நம்ம கையில ஒரு நாள் அவன் கிடைக்காம போயிடுவான். போலாம். വീട്ടിൽ വരാന്ന് പറഞ്ഞ സത്യമാണല്ലോ. സത്യം. അത് നിനക്കറിയാമല്ലോ. അറിയാം. ഞാൻ പോട്ടെ. വാക്ക് വാക്കായിരിക്കണം. പടച്ചോനാണ് സത്യം.
അവന്റെ പേര് പോലും ചോദിക്കാൻ മറന്നു. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മനോങ്ങളോട് പറയുന്നല്ലേ നല്ലത്. അത് വേണ്ട, എല്ലാം ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഏതായാലും അവൻ വരട്ടെ. എങ്ങനെ വരും? ഡാഡിയും അങ്ങളും കുത്തിയിരുന്ന് ചീട്ട് കളിക്കല്ലേ. അതിപ്പോ ഒന്നും തീരുന്ന ലക്ഷണമില്ല. അവൻ എങ്ങനെ അകത്തു വരും? ആ, ഒരു പണിയുണ്ട്. അടുക്കള വശത്തെ വാതില് ഒച്ച ഉണ്ടാക്കാതെ തുറന്നിട്ടാ മതി. ആരാ ഈ വാതിൽ തുറന്നിട്ടെ? ഇനി അവൻ വരില്ല. പിടി കിട്ടിയപ്പോഴേ ഒരു ഒറ്റ ഇടി വെച്ചു കൊടുത്തെങ്കിൽ തത്ത പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞനെ. ഇവിടെ കാരണമാണ് ഞാൻ ഇടിക്കാറുന്നത്. ഇത് കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു തടിയൻ. എന്റെ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. കള്ളനോ? കണ്ടോ കണ്ടോ അലാറം അടിക്കുന്നേ. കള്ളൻ തന്നെയാ കള്ളൻ. അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വല്ല മെക്കാനിക്കൽ ഡിഫക്റ്റും ആയിരിക്കും. പിന്നെ മെക്കാനിക്കൽ ഡിഫക്റ്റ്. നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാണ്. ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നേ. ശരിയാ, മനുവങ്ങളുടെ അലാറത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ ഇവിടുന്ന് കാക്ക അറിയപ്പോഴും മനുവങ്ങളുടെ അലാറം അടിച്ചിരുന്നു. മെനഞ്ഞ പറമ്പിൽ പട്ടി ഉടഞ്ഞപ്പോ അലാർത്തി തീ കണ്ടു അല്ലേടാ? പിന്നെ എന്തൊരു തീയായിരുന്നു, അഗ്നിയായിരുന്നു അഗ്നി. അപ്പൊ എന്റെ മുറിയിലാണ് നിന്റെയൊക്കെ കളിയല്ലേ? അല്ലാതെ നീ എങ്ങനെ കാണുന്നേ? ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറ് കാണും. അങ്ങനെയൊന്നും അല്ലെന്നേ. നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാ. അവന്മാർ വല്ല തെറിയുടെയും കാണിച്ചോ. വല്ല വവ്വാലോ നരിച്ചിരോ മറ്റോ ആയിരിക്കും. അല്ലാതെ പിന്നെ മനുവങ്ങളുടെ അലാറം അങ്ങനെ ചുമ്മാ അടിക്കത്തില്ല. എനിക്കൊരു സംശയം. വാ, എടാ കള്ള തിരുവാലി. കള്ളന്റെ ഇരിപ്പ് കണ്ട? കള്ളൻ കള്ളൻ സൈക്കിൾ കള്ളൻ കള്ളൻ. ഞാൻ കള്ളനല്ല. കള്ളൻ 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 കള്ളൻ. ഞാൻ കള്ളനല്ലെന്ന് പറഞ്ഞില്ലേ? അത് കളാ. മര്യാദയ്ക്ക് വാതിൽ തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ? മഹാത്മാഗാന്ധിയോ? ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ആ പെണ്ണ് വന്ന് കഥ കടച്ചു. പെണ്ണോ? ഏത് പെണ്ണ്? വെളുത്തിട്ട് മുഖമല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണ്. ഉമേലി ആയിരിക്കും. ആന്റി കേക്കണ്ട. നിന്റെ പേരെന്താ? പേരെന്താ? നിന്റെ വീട് എവിടെയാ? എനിക്കിപ്പോ വീടില്ല. പാപ്പയും ഉമ്മയും മരിച്ചപ്പോ മുതലാളി ഇറക്കി വിട്ടു.
എങ്ങനെയാ മരിച്ചത്? മടയില് പാറ പൊട്ടിക്കുമ്പോ മണ്ണിടിഞ്ഞ് വീണ് മരിച്ചു. വഴിക്ക് വീതി കൂട്ടണമെന്ന് പറഞ്ഞ് മുതലാളി കൂടി പൊളിച്ചു കളഞ്ഞു. പട്നി കടന്നു മടുത്തപ്പോ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വെച്ചാ ഇവിടെ വന്നത്. ഒരു പണിയും കിട്ടിയില്ല. പിന്നെ ബസ് പാട്ട് പാടാൻ തുടങ്ങിയത്. ആഹാ, നീ പാട്ട് പാടൂ? പിന്നെ ഞങ്ങളടുത്ത സ്കൂളില് ഞാനായിരുന്നു വലിയ പാട്ടുകാരൻ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓ, തോനെ കിട്ടിയിട്ടുണ്ട്. സോപ്പ് പെട്ടി, പേന, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തന്നെ വന്ന് കിടന്നപ്പോ നീ കള്ളനല്ലടാ എന്ന് പറഞ്ഞ് പോലീസുകാർ ഒന്ന് പിടിച്ചോണ്ടുപോയി. ജയിലിലോട്ടാണോ? ആദ്യം ജയിലില്, പിന്നെ കോടതിയില്, പിന്നെ സ്കൂളിലാക്കി. സ്കൂളിലോ? ആ, ദുർഗുണ പരിഹാര പാഠശാല. അതെന്ത് സ്കൂള്? ദുർഗുണ പരിഹാര പാഠശാല. ചീത്ത പിള്ളേരെ കൊച്ചു കൊച്ചു കള്ളന്മാരെയും പഠിപ്പിക്കുന്ന സ്കൂളാ. സ്കൂളെന്ന് പറഞ്ഞ പുസ്തകവും ഇല്ല, സാറന്മാരും ഇല്ല. തല്ല് മാത്രം മുടങ്ങാതെ കിട്ടും. തല്ല് കൊണ്ടും എടുത്തപ്പോ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ചാടി. നീ എന്തിനാ ചാടിപ്പോന്നത്? ബീഡി വലി പിടിച്ചതിന്. ആഹാ, അപ്പൊ നീ ബീഡി വലികാരനാണല്ലേ? ഞാനല്ല, മത്തായി. മത്തായിയോ? അതോ വണ്ടി ലോക്ക് ചെയ്തിട്ട് താൻ പോയിക്കോ. ശരി. ഒന്നും വേഗം വാടാ ഇങ്ങോട്ട്. അവനെവിടെ? ചത്തോ? ഇല്ല, ഞങ്ങൾ അവനെ കൊന്നു. അവര് തന്നെയാ ബീച്ചിൽ വെച്ച് എന്നെയും ഒട്ടിച്ചത്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നെയും കൊന്നനെ. അവരുടെ ജീപ്പിൽ കുതിര ഉണ്ടായിരുന്നോ? കുതിരയോ? ആ, കുതിര, വെള്ള കുതിര, ആ ജീപ്പിന് മുമ്പിൽ. ആ, ഉണ്ടായിരുന്നു, ചാടാൻ നിൽക്കുന്ന കുതിര. ആ, ഇപ്പൊ പിടികിട്ടി. ഇവന്റെ മാജിക്കുകൾ തന്നെ ആയിരിക്കും ആള്. പക്ഷെ ആ ബോട്ടിൽ വന്ന പ്രായം ചെന്ന ആളാരാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഡാനി, നാളെ ഇവനെയും കുട്ടി നോക്കാൻ പുഴക്കര വരെ പോയാലോ? നീ വരാവോ? പേടിക്കണ്ടടാ, ഞാനില്ലേ. വേണ്ട, അവര് ഭയങ്കരന്മാരാ, ചിലപ്പോ കൊല്ലും. പേടിക്കാടാ, ഡാനി അല്ലേ കൂടെ ഉള്ളത്. ഡാനിന്റെ ഇടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഫാൻഡത്തിന്റെ ഇടി പോലെ ഇരിക്കും. കറക്റ്റ്.
പിന്നെ ഞാൻ പിടിച്ചോളാം. അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം മനു അങ്കിളിനോട് പറയാൻ, അല്ലേ? അതെ, നീ വരുവോ? എല്ലാം കഴിയുമ്പോ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കോ? ഇല്ല, സത്യമായിട്ട്. ആനി, വാതിൽ തുറക്കാൻ. എടാ, ഡാഡി ആയിരുന്നോ? എന്താടാ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഡാഡി ആയിരിക്കും. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്ങോ? ഈ പാതിരാത്രിക്കോ? അങ്കിളെ, ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നിട്ട് വിക്രമാദിത്യ എന്ത് പറഞ്ഞു? വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളമേ നീ പോവരുത്, പ്രേതലോകത്തേക്ക് പോവരുത്, അത് അപകടമാണ്. ഏടേ, ഏ? ആരുടെ കാര്യമാ പറയുന്നേ? വേതാളത്തിന്റെ. വേതാളം? വീട്ടിൽ പോടാ വേതാളമേ. അല്ല, ചെറിയ വേതാളം ഉറങ്ങിയോ? ഏടേ, ഏയ്, അങ്കിളെ, കഥ. ആ കഥയൊക്കെ ഇനി നാളെ. വീട്ടിൽ പോടാ. ഹലോ ഹലോ, തോമസ് അല്ലേ? ഇത് ഞാനാണ്. എന്താ മുതലാളി? കിരീടവും വാളുമെല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ സാർ. നാളെ തന്നെ നമുക്കത് വിൽക്കാം. சரி சார். ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ? ஒரு சின்ன தப்பு நடந்து போச்சு, நான் பிடிச்சிடுறேன் நாளைக்கு. ஹலோ ஹலோ ഹലോ ഹലോ ஹலோ, எவனோ ஒரு மர்டர் ராஸ்கல் நடுவுல பூந்து டிஸ்டர்ப் பண்றான். எவனோ ஒருத்தன். ஹலோ, ഇത് ഞാനാണ്. എന്ത് പറ്റിയതാ? சார், எனக்கு ஒரு சின்ன சந்தேகம். நம்ம பேசுறது எவனோ நடுவுல ஒட்டு கேட்கறான்னு நினைக்கிறேன் நான். ശരിയാണ്, ഇത് അവൻ തന്നെയായിരിക്കും. ഒരു പീറ വയർലെസ് സെറ്റും വെച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. മിസ്റ്റർ മനു, പേടിച്ചു പോയി അല്ലേ? നീ ആരാണെന്നും എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്ക് നിനക്കറിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു, അനുഭവോർമ്മയുണ്ടല്ലോ. അന്ന് നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നു. മര്യാദയ്ക്ക് ജീവിച്ചു. ഇല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഓടാ പട്ടി! എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വിൽക്കും അല്ലടാ? വിൽക്കുവിടാ? ഇല്ലടാ, 24 മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ അകത്താക്കും. നമുക്ക് കാണാം. ആളെ അറിയാൻ, പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് പ്രസ്ഥാനേ എന്റെ സ്വഭാവം മാറും. ഇടിക്കും ഞാൻ. എന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഫാനത്തിന് ഇടി പോലെ. അല്ല, നിനക്കറിയാമല്ലോ. എന്താണ് ഒരു കള്ളലക്ഷണം? വാ. എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാന്? എന്ത് പടം? ആനയുടെ. ആ, വരച്ചു കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ. എവിടെ? ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല. Mind your words. സോറി സോറി. Ready.
നേതാവ്. ഇവൻ തന്നെ ആള്. വേറെ രണ്ടുപേരും കൂടി ഉണ്ട്. അതാരാ? ആരെങ്കിലും ആയിക്കോട്ടെ, ഇനി ഒന്നും ആലോചിക്കണ്ട. ആൾ ഇവൻ തന്നെയാ. അതേന്നെ. നിനക്ക് വഴി അറിയോ? പുഴയുടെ അടുത്തുവരെ പോകാൻ എനിക്ക് വഴി അറിയാം. അവിടെ നിന്ന് അങ്ങോട്ടാ ഒരു പിടിയില്ലാത്തത്. വള്ളത്തേക്കരെ അവരങ്ങ് പോയി. ഡാനി, 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 എന്താണ് അകത്ത് പരിപാടി? ഒന്നുമില്ല. എന്താടാ? എവിടെ നീ വരച്ച ആന? അമ്പലത്തിലാ. അമ്പലത്തിലോ? എന്തിന്? ആരാട്ടിന് പോയി. എടോ, ഇവിടെ എന്തോ കള്ളത്തര നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും പിടിച്ചോളാം. നിന്നോട് കൂടെ പറഞ്ഞ ഈ ഉമാൻഡിക്ക് എന്താ ഒന്നും പഠിക്കാനില്ലേ? ഇതെന്തൊരു കോളേജ്?